നമസ്കാരം. ട്രൂലി സെറ്റിങ്ങിൻ്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ക്ലയൻറ്റിൻ്റെ കോസ്മെറ്റോളജി സർവീസ് തുടങ്ങുന്നതിന് മുൻപായി അത്യാവശ്യമായ കോസ്മെറ്റിക്സും ഡിസ്പോസൽസും ടൂൾസും ക്രമപ്രകാരമായ രീതിയിൽ അടക്കി വയ്ക്കുന്ന പ്രക്രിയയെ ട്രോളി സെറ്റപ്പ് എന്ന് വിളിക്കുന്നു. ഇനി നമുക്ക് പലതരം കോസ്മെറ്റോളജി സർവീസുകൾക്ക് ട്രോളി സെറ്റിങ്ങിന് മുൻപ് അത്യാവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കണ്ടറിയാം. മോഡേൺ ഹെയർ ഷേപ്പിങ്ങിൻ്റെ പ്രധാന ഘടകം കിടക്കുന്നത് ക്ലയൻറ്റിൻ്റെ ഫീച്ചേഴ്സിലാണ്. ക്ലയൻറ്റിൻ്റെ ഫീച്ചേഴ്സ് നന്നായി മനസ്സിലാക്കുകയും വിലയിരുത്തുകയും ക്ലയൻറ്റിൻ്റെ ഫീച്ചേഴ്സിന് അനുയോജ്യമായ ഒരു ഹെയർ കട്ട് കൊടുക്കാൻ കഴിയുന്നതിലുമാണ് വിജയം. ഹെയർ കട്ടിംഗ് അല്ലെങ്കിൽ ഹെയർ ഷേപ്പിംഗ് എന്നത് കട്ടിംഗ്, ടേപ്പറിംഗ്, ടെക്സ്ചറിംഗ്, തിന്നിംഗ് എന്നീ പ്രക്രിയകൾ ഹെയർ കട്ടിംഗ് ടൂൾസ് ഉപയോഗിച്ച് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ്. എന്നാൽ ഹെയർ കട്ടിങ്ങിന് മുൻപ് ക്ലയൻറ്റ് കൺസൾട്ടേഷൻ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ക്ലയൻറ്റ് കൺസൾട്ടേഷൻ എന്തിനൊക്കെ ഉപകാരപ്പെടും എന്ന് നമുക്ക് നോക്കാം. ഫേഷ്യൽ ഷേപ്പ് തിരിച്ചറിയുവാൻ വേണ്ടി, ഹെയർ കട്ട് ടൈപ്പ് തീരുമാനിക്കാൻ വേണ്ടി, മുടിയുടെ വളർച്ച, ഡെൻസിറ്റി, ടെക്സ്ചർ, ഇലാസ്റ്റിസിറ്റി, മുടി വെട്ടുന്നതിനുള്ള നീളം ഇവയെല്ലാം തിരിച്ചറിയുവാൻ വേണ്ടി, ഹെയർ കട്ടിംഗ് അനുസരിച്ച് ഏതുതരം ടൂളാണ് ഉപയോഗിക്കേണ്ടതെന്ന് തിരിച്ചറിയുവാൻ വേണ്ടി, ക്ലയൻറ്റിൻ്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ ഹെയർ ഡ്രസ്സറിന് ഏറ്റവും അനുയോജ്യമായ ഹെയർ കട്ട് ഏതാണെന്ന് പറയുവാനും പ്രൊഫഷണൽ അഡ്വൈസുകൾ നിർദ്ദേശിക്കാനും സാധിക്കുകയുള്ളൂ. ഹെയർ സംബന്ധമായ ഏതൊരു പ്രൊസീജിയർ ചെയ്യുന്നതിനു മുൻപും ക്ലയൻറ്റിൻ്റെ ഹെയർ കണ്ടീഷനും സെൻസിറ്റിവിറ്റിയും മനസ്സിലാക്കേണ്ടത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ക്ലയൻറ്റ് കൺസൾട്ടേഷന് ശേഷം ക്ലയൻറ്റ് റെക്കോർഡിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് രേഖപ്പെടുത്തേണ്ടതുണ്ട്. പ്രൊസീജിയറിന് അത്യാവശ്യമായ ടൂൾസ്, എക്യുപ്മെൻറ്റ്സ്, മെഷീനുകൾ എല്ലാം ഉപയോഗിച്ച് ഒരു ട്രോളി പാകപ്പെടുത്തുക. ഉപയോഗിക്കുന്ന ടൂൾസ് അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് ഇവയെല്ലാമാണ്: ബാർബർ സിസർ, ടെയിൽ കോം അല്ലെങ്കിൽ സ്റ്റൈൽ കോം. ഇവയെ റെറ്റെയിൽ കോം എന്നും വിശേഷിപ്പിക്കുന്നു. ഹെയർ സെക്ഷൻ ചെയ്യാൻ ഇത് സഹായിക്കുന്നു. റൗണ്ട് ബ്രഷ്, സെക്ഷനിങ് ക്ലിപ്സ്, സ്പ്രേ ബോട്ടിൽ, ഫസ്റ്റ് എയ്ഡ് ബോക്സ്, ട്രോളി. ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഇവയെല്ലാമാണ്: കോട്ടൺ ആവശ്യത്തിനനുസരിച്ച്, ഹെയർ ഷാംപൂ ആവശ്യത്തിനനുസരിച്ച്, വെള്ളം ആവശ്യത്തിനനുസരിച്ച്, ടവൽ, ആൽക്കഹോൾ അല്ലെങ്കിൽ ഫോർമാലിൻ അല്ലെങ്കിൽ ലൈസോൾ ആവശ്യത്തിനനുസരിച്ച്, ഹൈഡ്രജൻ പെറോക്സൈഡ് ആവശ്യത്തിനനുസരിച്ച്, നെക്ക് സ്ട്രിപ്പ്. വളരെ നല്ല ഒരു ഹെയർ കട്ടിംഗ് സർവീസിന് മുൻപായി ചില പ്രിപ്പറേഷനുകൾ അനിവാര്യമാണ്. ഒരു ഹെയർ കട്ടിന് മുൻപ് ക്ലയൻറ്റിന് എങ്ങനെ ഹെയർ ട്രാപ്പിംഗ് ചെയ്യാം എന്നുള്ളത്, ട്രോളി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതും നമുക്ക് നോക്കാം. കൈകൾ സാനിറ്റൈസ് ചെയ്യുക. ക്ലയൻറ്റിൻ്റെ ജ്വല്ലറി അഴിച്ചു മാറ്റുകയും സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്യുക. 2 ടവലുകൾ ഉപയോഗിച്ച് ക്ലയൻറ്റിനെ ഷാംപൂ ചെയ്യാൻ വേണ്ടി ഡ്രേപ്പ് ചെയ്യുക. ക്ലയൻറ്റിൻ്റെ കഴുത്തിന് ചുറ്റും നെക്ക് സ്ട്രിപ്പ് ചെയ്യുക. ഹെയർ കട്ടിംഗ് ഏരിയകൾ ഏതാണെന്ന് സെറ്റ് ചെയ്യുക. ട്രോളിയിൽ അത്യാവശ്യമായ എക്യുപ്മെൻറ്റുകളും മറ്റു സപ്ലൈസും വയ്ക്കുക. ക്ലയൻറ്റിന് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ക്ലയൻറ്റിനെ സഹായിക്കുക. ഷാംപൂ ചെയ്ത് കഴിഞ്ഞതിനു ശേഷം ക്ലയൻറ്റിൻ്റെ കഴുത്തിന് ചുറ്റും കട്ടിംഗ് ഷീറ്റ് വയ്ക്കുക. ബിഫോർ കട്ടിംഗ്, ബ്രഷ് ദ ഹെയർ പ്രോപ്പർലി. മുടി വെട്ടുന്നതിന് മുൻപ് നന്നായി മുടി ബ്രഷ് ചെയ്യുക. വി നീഡ് ടു സ്റ്റോർ. സ്റ്റെറിലൈസേഷൻ ആൻഡ് സാനിറ്റൈസേഷൻ റൂൾ പ്രകാരമാണ് ടൂൾസും എക്യുപ്മെൻറ്റുകളും സൂക്ഷിക്കേണ്ടത്. അതിനാൽ ഉപയോഗിക്കുന്നതിന് മുൻപും ശേഷവും ടൂൾസും എക്യുപ്മെൻറ്റ്സും എല്ലാം മറക്കാതെ ക്ലീൻ ചെയ്യുകയും ഡിസിൻഫെക്റ്റ് ചെയ്യുകയും അതിനുശേഷം സ്റ്റെറിലൈസ് ചെയ്യുകയും വേണം. മൂർച്ചയുള്ള ടൂൾസുകൾ വളരെയധികം സൂക്ഷിച്ച് സുരക്ഷിതമായി വയ്ക്കുക. അതിനാൽ അപകടങ്ങൾ തടയാൻ സാധിക്കും. മൂർച്ചയുള്ള ടൂൾസുകൾ യൂണിഫോം പോക്കറ്റിൽ ഇടാതിരിക്കാൻ ശ്രമിക്കുക. ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വയറുകളോ മറ്റു ഭാഗങ്ങളോ നിലത്ത് ഉപേക്ഷിക്കാതെ ഇരിക്കുക. ഉപയോഗിക്കാതെ ഇരിക്കുമ്പോൾ അപ്ലയൻസുകൾ ഓഫ് ചെയ്തു വെക്കാൻ ശ്രദ്ധിക്കുക. ഈ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് ഇതെല്ലാമാകുന്നു. ക്ലയൻറ്റിന് അനുയോജ്യമായ ട്രോളി ഉണ്ടാക്കുന്നതിനായി ക്ലയൻറ്റ് കൺസൾട്ടേഷൻ വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
ഇതുമൂലം ക്ലയൻറ്റിൻ്റെ ആവശ്യങ്ങൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഹെയർ അനാലിസിസ് ചെയ്യുന്നതിനാൽ ഹെയർ സ്റ്റൈലിസ്റ്റ് അല്ലെങ്കിൽ എസ്തെറ്റീഷ്യന് ഏതുതരം പ്രോഡക്ട്സ് അല്ലെങ്കിൽ ടൂൾസ് അല്ലെങ്കിൽ എക്യുപ്മെൻ്റ് ആണ് ഒരു ട്രോളിയിൽ ഉൾപ്പെടുത്തേണ്ടതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ക്രോസ് കണ്ടാമിനേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ടൂൾസ് സ്റ്റെറിലൈസേഷൻ ആൻഡ് സാനിറ്റൈസേഷൻ റൂൾസ് പ്രകാരം സൂക്ഷിക്കുക. വളരെ സുരക്ഷിതത്തോടുകൂടി മാത്രമേ ഏതൊരു ടൂളോ എക്യുപ്മെൻറ്റോ അറേഞ്ച് ചെയ്യാൻ പാടുള്ളൂ. ഇത് അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുന്നു. അനാവശ്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാതിരിക്കാൻ വർക്ക് ഏരിയ വളരെയധികം ചിട്ടയോടുകൂടി വെക്കേണ്ടതുണ്ട്. നന്ദി.